പൂരി ജഗന്നാഥ ടെമ്പിളില് ഒരുപാട് വർഷങ്ങളായിട്ട് പൂട്ടിക്കിടന്ന ഒരു അറ, ഒരു രഹസ്യ അറ അതിനെ തുറന്നു വെച്ചിരിക്കുന്നു. അതായത് പാമ്പുകൾ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന ഒരു അറയാണ്. വളരെ സീക്രട്ട് ആയ ഒരു റൂം. അതായത് നമ്മൾ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും ഏറ്റവും വിലപിടിപ്പുള്ള രത്നം, വൈദ്യം, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു അറയാണ് ഇപ്പോ തുറന്നിരിക്കുന്നത്. അതായത് പാമ്പുകൾ സംരക്ഷിക്കും എന്നാണ് പറയുന്നത്. അപ്പോ ഈ അറ ആരാണ് തുറന്നത്? എന്തിനാണ് തുറന്നത്? ഈ തുറന്നവർക്ക് എന്ത് സംഭവിച്ചു? അതായത് അവർ പാമ്പ് കുത്തി കൊന്നോ? അതുപോയിട്ട് ഈ പൂരി ജഗന്നാഥ് ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഒരുപാട് ചരിത്രം പറയുന്ന ഒരു ക്ഷേത്രമാണ്. ധാരാളം ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഈ ഒരു ഇമ്പോർട്ടന്റ് കാര്യം, കൃഷ്ണ ഭഗവാന്റെ ഹൃദയം ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് പൂരി ജഗന്നാഥ് ടെമ്പിൾ എന്ന് പറയുന്നുണ്ട്. അപ്പോ എല്ലാ കാര്യങ്ങളും ഇന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. സോ ഗായ്സ്, ലെറ്റ്സ് ഗോ. ഗുഡ് മോർണിംഗ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ ആം പാർത്ഥൻ രവി. അപ്പോ ഈ തുറന്ന രഹസ്യ അറ, ഇതിനെ കുറിച്ച് പറയണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതായത് കൃഷ്ണന്റെ ഹൃദയം ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ക്ഷേത്രത്തിന് മഹാഭാരതവുമായിട്ട് എന്തെങ്കിലും ബന്ധം കാണുമല്ലേ? എന്നാൽ അങ്ങനെ ഒരു ചെറിയൊരു ബന്ധം മഹാഭാരതവുമായിട്ട് ഈ ക്ഷേത്രത്തിനുണ്ട്. ഇനി കഥ എന്താണെന്നാൽ, അതായത് പണ്ട് മഹാഭാരത യുദ്ധം കഴിഞ്ഞതിന് ശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ കാട്ടിൽ വനവാസത്തിന് പോയി, അതായത് വനത്തിൽ വാസത്തിന് പോയി. അങ്ങനെ പോയപ്പോഴാണ് കൃഷ്ണൻ ഒരു വേടന്റെ അമ്പേറ്റ് മരിച്ചത്. കൃഷ്ണൻ മരിച്ചതിന് ശേഷം പാണ്ഡവര് കൃഷ്ണനെ ആ കാട്ടിൽ തന്നെ ദഹിപ്പിച്ചു. അതായത് കൃഷ്ണന്റെ ഭൗതിക ശരീരം ആ കാട്ടിൽ തന്നെ ദഹിപ്പിച്ചു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പാണ്ഡവരെല്ലാം പോയി. അങ്ങനെ കുറെ സമയം കഴിഞ്ഞിട്ട് ഒരു വേടൻ വന്ന് നോക്കിയപ്പോഴും കൃഷ്ണന്റെ ശരീരം മുഴുവൻ കത്തി നശിച്ചിട്ടും കൃഷ്ണന്റെ ഹൃദയം മാത്രം ചെറുതായിട്ട് ഇങ്ങനെ തുടിക്കുന്നു. അതായത് കൃഷ്ണന്റെ ഹൃദയമിടിപ്പ് ഇതുവരെ നിന്നിട്ടില്ല. ഹൃദയം മാത്രം കത്തി നശിക്കാതെ ഇപ്പോഴും ഇരിക്കുന്നു. വേടൻ ആകെപ്പാടെ അങ്ങ് അത്ഭുതത്തിലായി. അതായത് എന്തുകൊണ്ടാണ് ഈ ഹൃദയം മാത്രം കത്തി നശിക്കാതെ ഇപ്പോഴും ഇരിക്കുന്നത്? അങ്ങനെ അങ്ങനെ ചിന്തിച്ച വേടൻ ഒരു പലക, അതായത് ഒരു തടി പലക കൊണ്ടുണ്ടാക്കിയ ഒരു പെട്ടിക്കകത്ത് ഈ ഹൃദയം ഒരു നദിയിൽ ഒഴുക്കിവിടുകയാണ്. അതായത് ആ ഒരു പെട്ടിക്കകത്ത് വെച്ചിട്ട് ഭദ്രമായി ഈ വേടൻ ഈ നദിയിലേക്ക്, അതായത് ഒരു നദിയിലേക്ക് ഈ പെട്ടി ഒഴുക്കിവിടുകയാണ്. ആകെപ്പാടെ വേടൻ അന്തം വിട്ടു പോയി. അതായത് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഹൃദയം മാത്രം ഇപ്പോഴും തുടിക്കുന്നത്? അങ്ങനെ ഒഴുക്കി വിട്ടു. ഈ നദിയിൽ കൂടെ ആ പെട്ടി ഇങ്ങനെ ഒഴുകിപ്പോയി. അവസാനം ഈ പെട്ടി എത്തപ്പെട്ടത് തമിഴ്നാട്ടിലെ ഒരു രാജാവിന്റെ കയ്യിലാണ്. അതായത് രാജാവിന്റെ പേര് ഇന്ദ്രയുമ്ന എന്ന് പറയുന്ന ഒരു രാജാവിന്റെ കയ്യിലാണ് ഈ പെട്ടി എത്തപ്പെട്ടത്. ഇനി ഇന്ദ്രയുമ്ന എന്ന് പറയുന്ന ഒരു രാജാവിനെ പറ്റി മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. മഹാഭാരത യുദ്ധം നടന്ന സമയത്ത് അന്നത്തെ ഭാരതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ വംശത്തിലും ഉള്ള രാജാക്കന്മാര് യുദ്ധത്തിൽ പങ്കെടുത്തു. അങ്ങനെ പങ്കെടുത്ത ഒരു രാജാവായിരുന്നു ഇന്ദ്രയുമ്ന. അങ്ങനെ ഇന്ദ്രയുമ്നയുടെ കയ്യിലാണ് ഈ ഭഗവാന്റെ ഹൃദയം എത്തപ്പെട്ടത്. ഇനി ഈ രാജാവ് എന്ത് ചെയ്തു എന്ന് നോക്കിക്കഴിഞ്ഞാൽ, രാജാവ് ഒരു വലിയ ക്ഷേത്രം ഉണ്ടാക്കിയിട്ട്, അതായത് വലിയ ക്ഷേത്രം ഒഡീഷയിൽ ഉണ്ടാക്കിയിട്ട് അവിടെ 3 ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചു. കൃഷ്ണൻ, ബലരാമൻ, സുഭദ്ര. അതായത് കൃഷ്ണനും ബലരാമനും സുഭദ്രയും ഇവര് 3 പേരും സിബ്ലിങ്സ് ആണ്. ഇവരുടെ 3 പേരുടെയും പ്രതിഷ്ഠയാണ് പൂരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത്. അതായത് ഒഡീഷയിലെ പൂരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചത്. അങ്ങനെ പല വർഷങ്ങൾ കടന്നുപോയി. അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയി. ഒരുപാട് വംശത്തിൽപ്പെട്ട രാജാക്കന്മാർ ഈ ഒരു ക്ഷേത്രത്തിന്റെ ആ ഒരു സ്ഥലത്ത് റൂൾ ചെയ്തു. അതായത് ആ ഒരു ക്ഷേത്രം വരുന്ന ഭാഗത്തിൽ ഒരുപാട് രാജവംശങ്ങൾ മാറി മാറി വന്നു. അവസാനം വന്നതാണ് ഗംഗാ കിങ്സ് എന്ന് പറയുന്ന ഒരു രാജകുടുംബം. ഏറ്റവും അവസാനം വന്നത് ഗംഗാ കിങ്സ്. അപ്പോ ഈ ക്ഷേത്രത്തിന് ഇനിയൊരു പ്രത്യേകതയുണ്ട്. 2 സീക്രട്ട് റൂമുകൾ, അതായത് 2 സീക്രട്ട് റൂമുകൾ ഈ ക്ഷേത്രത്തില് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ആയിരക്കണക്കിന് വർഷങ്ങളെല്ലാം കടന്നുപോയി. ഈ ക്ഷേത്രത്തിൽ 2 സീക്രട്ട് റൂമുണ്ട്. ഒരു ഇന്നർ ചേംബറും ഒരു ഔട്ടർ ചേംബറും. ഔട്ടർ ചേംബർ എപ്പോഴും തുറക്കാറുണ്ട്. അതായത് ഭഗവാന്റെ തിരുവാഭരണങ്ങൾ വെച്ചിരിക്കുന്ന ഒരു റൂമാണ് ഔട്ടർ ചേംബർ. ഇന്നർ ചേംബറാണ് ഈ പാമ്പുകൾ കുടിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഇന്നർ ചേംബർ. ഈ ഇന്നർ ചേംബറിന്റെ പേര് ബിറ്റാർ ബന്ദ്ര എന്നാണ് ഈ ഇന്നർ ചേംബറിന്റെ പേര്. ഔട്ടർ ചേംബർ ബാരാബന്ദ്ര. ബിറ്റാർ ബന്ദ്രയാണ് ഇപ്പോൾ തുറന്നത്. ബാരാബന്ദ്ര സാധാരണ തുറക്കാറുള്ളതാണ്. കാരണം അതിന്റെ അകത്ത് ഭഗവാന്റെ തിരുവാഭരണങ്ങൾ വെച്ചിട്ടുള്ളത് കൊണ്ട് അത് സ്ഥിരമായിട്ട് തുറക്കാറുണ്ട്. ഇനി ഈ 2 റൂമും കെട്ടിയത് ഗംഗാ കിങ്സ് ആയിരുന്നു. അതായത് ഇന്ദ്രയുമ്ന 3 പ്രതിഷ്ഠകൾ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞ് ആയിരക്കണക്കിന് വർഷങ്ങളെല്ലാം കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് ഇത് കെട്ടിയത് ഗംഗാ കിങ്സ് ആണ്. അവിടുത്തെ അപ്പോൾ റൂൾ ചെയ്ത ഗംഗാ കിങ്സ് ആണ് ഈ ഒരു ക്ഷേത്രത്തിൽ 2 സീക്രട്ട് റൂം കിട്ടിയത്. പണ്ട് കാലങ്ങളിൽ വലിയ വലിയ ക്ഷേത്രം എന്ന് കേൾക്കുമ്പോഴത്തേക്കും ഒരുപാട് പണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് സ്വർണവും കാര്യങ്ങളും എല്ലാം കൊണ്ട് ക്ഷേത്രത്തിൽ കൊടുക്കും. അതുപോലെ തന്നെ ഡയമണ്ട്, അതുപോലെ തന്നെ സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്, വലിയ വലിയ കിരീടങ്ങൾ. നമ്മുടെ ഇതിലെ കേരളത്തിലെ
ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം തുറന്നത് നമ്മൾ എന്താണ് കണ്ടത്? ഒരുപാടധികം കിരീടങ്ങള്, അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളല്ലേ. അതുപോലെ തന്നെ ഇവിടെയും ഒരുപാട് കിരീടങ്ങളും ഡയമണ്ട്സും എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത്. ചരിത്രം പറയുന്ന ക്ഷേത്രം ആയതുകൊണ്ട് ഒരുപാട് രാജാക്കന്മാരും ഒരുപാട് നിധി കൂമ്പാരങ്ങൾ കൊണ്ട് കൊടുക്കും. അപ്പോൾ പൊതുവെ പറയുന്നത് ഈ ക്ഷേത്രം വളരെ ധനികമായ ഒരു ക്ഷേത്രമാണ്. അതായത് ഒരുപാട് നിധി കൂമ്പാരങ്ങളുള്ള ക്ഷേത്രം എന്നാണ് പൊതുവെ പൂരി ജഗന്നാഥ ക്ഷേത്രത്തിന് പറയാറുള്ളത്. ഇന്നർ ചാമ്പർ ഇപ്പോഴല്ല തുറന്നിട്ടുള്ളത്, പണ്ടും തുറന്നിട്ടുണ്ട്. അതായത് 1905 കാലഘട്ടങ്ങളിലാണ് ബിറ്റാർ ബന്ദിര എന്ന ഇന്നർ ചാമ്പർ ആദ്യമായിട്ട് തുറന്നത്. നോക്കിക്കഴിഞ്ഞാൽ അത് ബ്രിട്ടീഷ് കാലഘട്ടമാണ്. ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് വന്നപ്പോഴത്തേക്കും ഇതുപോലെയുള്ള പല കാര്യങ്ങളും തുറന്ന് പലതും കുത്തിപ്പൊളിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ ആദ്യമായിട്ട് തുറന്നത് 1905 അത് കഴിഞ്ഞ് 1926 തുറന്നിട്ടുണ്ട്, 1978 തുറന്നിട്ടുണ്ട്. ഇത് ലാസ്റ്റ് തുറന്നപ്പോൾ, അതായത് 1978 അവസാനമായിട്ട് ഇത് തുറന്നത്. ഇത് തുറന്നപ്പോൾ ഇതിന്റെ അകത്തുള്ള കാര്യങ്ങളെല്ലാം എണ്ണി തീർക്കാൻ തന്നെ എടുത്തത് 70 ദിവസമാണ്. 70 ദിവസം കൊണ്ടാണ് ഇതിനകത്തുള്ള എല്ലാം എണ്ണി തീർത്തത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഈ 70 ദിവസം കൊണ്ട് എണ്ണി തീർക്കണമെങ്കിൽ അതിന്റെ അകത്ത് എന്തുമാത്രം നിധി കാണും. അപ്പോൾ ഇതിന്റെ അകത്ത് ഉള്ളത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 5 വലിയ ചെസ്റ്റ്, അതായത് 5 വലിയ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ 5 വലിയ നിധി കൂമ്പാര പെട്ടികൾ, 5 നിധി കൂമ്പാര പെട്ടികളാണ് ഇതിന്റെ അകത്തുള്ളത്. ഇനി 1978 ശേഷം ഈ ഒരു അറ ഇതുവരെ തുറന്നിട്ടില്ല. അതായത് 1978 ശേഷം ഇതിന്റെ കീ കളഞ്ഞുപോയി എന്നാണ് സർക്കാർ പറയുന്നത്. അതായത് ഇതിന്റെ പൂർണ്ണ അവകാശം, അതായത് ഈ ക്ഷേത്രത്തിലെ ഇതിന്റെ പൂർണ്ണ കൺട്രോൾ വരുന്നത് പൂരിയിലെ കളക്ടർക്കാണ്. അപ്പോൾ അവർ പറയുന്നത് ഇതിന്റെ കീ, അതായത് 3 ലോക്കിട്ട് പൂട്ടിയ ഈ ഒരു അറയുടെ കീ, ഈ റൂം അടച്ചു പൂട്ടിയത് വളരെ സേഫ്റ്റിയിലാണ്. അതായത് 3 ലോക്ക് എന്ന് പറയുമ്പോൾ ചെറിയ ഇത്രയുള്ള ലോക്കല്ല, വലിയ 3 ലോക്കിട്ട് പൂട്ടി ഈ ക്ഷേത്രത്തിന്റെ കീ കളഞ്ഞു പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ നാട്ടുകാർ തന്നെ പറയാൻ തുടങ്ങി, എന്തായാലും അതിനകത്ത് തുറന്നു നോക്കണം. അതായത് അതിനകത്തുള്ള സാധനങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയണ്ടേ. അതോ ഇനി ആരെങ്കിലും അന്ന് എല്ലാം എടുത്തുകൊണ്ട് പോയോന്നൊന്നും അറിയില്ല, സർക്കാർ തന്നെ ഊറ്റിയൊന്നും അറിയില്ല. അതുകൊണ്ട് അത് തുറന്നു നോക്കണമെന്ന് നാട്ടുകാർ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങി. ഇനി ആൾക്കാർക്കുള്ള അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പാമ്പുകളുണ്ട്. അത് പോയിട്ട് ആ ഒരു അറ തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഒരു ക്ഷേത്രം മുഴുവൻ വെള്ളത്തിൽ മുങ്ങും, അതായത് വലിയ പ്രളയം വരും എന്നൊക്കെയായിരുന്നു നാട്ടുകാർ പറയുന്നത്. ഇനി ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അവിടുത്തെ BJP കാൻഡിഡേറ്റ് പറഞ്ഞ പ്രഥമ കാര്യം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ അറ തുറക്കും എന്നത് തന്നെയായിരുന്നു. അതായത് ഞങ്ങൾ അധികാരത്തിൽ വന്ന ബിറ്റാർ ബന്ദിര ഞങ്ങൾ തുറക്കുമെന്നാണ് അവർ ഇലക്ഷൻ ക്യാമ്പയിന് പറഞ്ഞത്. അങ്ങനെ ലോക്സഭാ ഇലക്ഷൻ വന്നപ്പോഴത്തേക്കും പൂരിയിൽ BJP സ്ഥാനാർത്ഥി ജയിക്കുകയാണ്. അങ്ങനെ പറഞ്ഞതുപോലെ തന്നെ വാക്ക് പാലിക്കാനായിട്ട് അവർ തീരുമാനിച്ചു, അതായത് BJP തീരുമാനിച്ചു. BJP എന്ത് ചെയ്തു? BJPയിലെ ആ ജയിച്ച കാൻഡിഡേറ്റ് ചെയ്തത് വലിയ ഒരു ഗ്രൂപ്പിനെ തന്നെ ഉണ്ടാക്കി, അതായത് വലിയൊരു ടീം രൂപീകരിച്ചു. ഇതിനകത്ത് വരുന്നത് പാമ്പ് പിടുത്തക്കാര്, അതുപോലെ തന്നെ 11 ഗവൺമെന്റ് ഒഫീഷ്യൽസ്, അതുപോലെ തന്നെ എമർജൻസി റെസ്പോണ്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ, പിന്നെ വേറെ പോലീസ്, അങ്ങനെയുള്ള ഒരുപാട് പേരെ ചേർത്തുകൊണ്ട് ഒരു വലിയ ടീം തന്നെ ഉണ്ടാക്കി. ഇനി പത്രത്തിലൊക്കെ കണ്ടതാണ് ഈ ഒരു സ്പെഷ്യൽ ടീം അകത്തേക്ക് കയറിയത് അവിടുത്തെ ഒരു വിശ്വാസം അനുസരിച്ച് ലെങ്കോട്ടി മാത്രം ഇട്ടുകൊണ്ടാണെന്നൊരു കാര്യം പറയുന്നുണ്ട്. അതായത് ലെങ്കോട്ടി മാത്രം ഇട്ട് കൃഷ്ണനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇതിനകത്ത് കയറിയത്. എന്തായാലും നമുക്കറിയില്ല. അപ്പോൾ ഓൾമോസ്റ്റ് 40-50 വർഷങ്ങൾക്ക് ശേഷം തുറക്കുന്ന റൂമാണ്. അങ്ങനെ വലിയ ഹൈപ്പിലുള്ള ഈ റൂം തുറക്കാൻ പോവാണ്. പാമ്പുകൾ കാവൽ നിൽക്കുന്ന ഈ റൂം തുറക്കാൻ പോവാണ്. ഏകദേശം ഈ പൂട്ട് തല്ലി പൊളിക്കാൻ വേണ്ടി മാത്രം എടുത്തത് 1 മണിക്കൂറിൽ കൂടുതലാണ്. 1 മണിക്കൂറിൽ കൂടുതൽ എടുത്തിട്ടാണ് ഈ പൂട്ടെല്ലാം തല്ലി പൊളിച്ച് അകത്തേക്ക് കയറിയത്. അപ്പോൾ റൂമിന്റെ അകത്തേക്ക് കയറിയപ്പോൾ അവര് നോക്കിയപ്പോഴത്തേക്കും ഒരു പാമ്പുമില്ല, ഒന്നുമില്ല. അതെല്ലാം വെറുതെ ആൾക്കാർ പറഞ്ഞതാണ്. യാതൊരു പ്രളയവും വന്നില്ല. അതിനകത്ത് അവരങ്ങനെ എല്ലാം നോക്കി നിരീക്ഷിച്ചിട്ട് 5 ചെസ്റ്റ് ഉണ്ട്, 5 ചെസ്റ്റും ഉണ്ടെന്ന് അവർ ഉറപ്പുവരുത്തി. അങ്ങനെ അവരെല്ലാം കഴിഞ്ഞ് പുറത്തു വന്നിട്ട് അവർ പറയാണ്, അതിനകത്ത് പാമ്പൊന്നുമില്ല, എല്ലാ ചെസ്റ്റും അതുപോലെ തന്നെ ഉണ്ട്. ഇന്ന് ഞങ്ങളത് എണ്ണുന്നില്ല, അത് എണ്ണാനായിട്ട് അതിന്റെ ഫുൾ കണക്കെടുക്കാനായിട്ട് ഒരുപാട് സമയമെടുക്കും. ഇന്ന് ഡോർ പൊളിച്ച് അകത്ത് കയറാൻ തന്നെ എടുത്തത് 1 മണിക്കൂറിൽ കൂടുതലാണ്. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു ദിവസം തീരുമാനിച്ചതിനകത്ത് കയറി എല്ലാം എണ്ണി തിട്ടപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഡോർ തുറന്ന് പാമ്പില്ലാതെല്ലാം ഓക്കെ. ഇനി എവിടെയാണ് ശ്രീകൃഷ്ണന്റെ ഹൃദയം? ശ്രീകൃഷ്ണന്റെ ഹൃദയം എവിടെയാണെന്നുള്ളത് നാട്ടുകാരുടെ ഒരു വിശ്വാസം അനുസരിച്ച് പൂരി ജഗന്നാഥന്റെ അകത്താണ്. അതായത് പൂരി ജഗന്നാഥന്റെ ഉള്ളിലാണ്, പൂരി ജഗന്നാഥന്റെ വിഗ്രഹത്തിന്റെ ഉള്ളിലാണ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഹൃദയം ഉള്ളത്. അപ്പോൾ എന്നാണ് അവിടുത്തെ നാട്ടുകാരുടെ ഒരു വിശ്വാസം. എല്ലാ 12 വർഷത്തിലൊരിക്കലും അവിടെ ഒരു ഉത്സവം നടക്കാറുണ്ട്. അതായത് വലിയ രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ അവിടെ നടക്കാറുണ്ട്. അതായത് എല്ലാ 12 വർഷത്തിലും ഈ വിഗ്രഹം മാറ്റും. ഈ വിഗ്രഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്
മറ്റ് ക്ഷേത്രങ്ങളിലുള്ള വിഗ്രഹങ്ങൾ എങ്ങനെയായിരിക്കും? അതായത് ഒന്നെങ്കിൽ കല്ലിൽ കൊത്തിയതായിരിക്കും, അല്ലെങ്കിൽ ലോഹം കൊണ്ടോ സ്വർണം കൊണ്ടോ ഉണ്ടാക്കിയതായിരിക്കും. എന്നാൽ ഈ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയത് തടികൾ കൊണ്ടാണ്. അതായത് തടിയിലെ വിഗ്രഹമാണ് പൂരി ജഗന്നാഥ ക്ഷേത്രത്തിലുള്ളത്. അപ്പോൾ എല്ലാ 12 വർഷത്തിലും അവിടെ നടക്കുന്ന സെലിബ്രേഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പൂരി ജഗന്നാഥന്റെ അതിൽ ശ്രീകൃഷ്ണന്റെ വിഗ്രഹം മാത്രം പുറത്തെടുത്ത് പുതിയ തടിയിലുണ്ടാക്കും. അതായത് ഓൾറെഡി ഇതുപോലൊരു വിഗ്രഹം തടിയിൽ പണിഞ്ഞു വെച്ചിരിക്കും. ഈ പൂരി ജഗന്നാഥന്റെ വിഗ്രഹം പുറത്തെടുത്ത് അതിനകത്തുള്ള ഹാർട്ട് ഇവിടെ നിന്നും പുതിയ വിഗ്രഹത്തിലേക്ക് മാറ്റും. അതാണ് അവിടുത്തെ ഒരു വിശ്വാസം. അതിന്റെ ചടങ്ങാണ്. ഇനി അതിനകത്ത് ശരിക്കും ഹാർട്ട് ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല. ഫുൾ സെക്യൂരിറ്റിയിലാണ് അവർ ചെയ്യുന്നത്. ഒരു ക്യാമറ പോലും അകത്തേക്ക് എൻ്റർ ചെയ്യില്ല, ഒരു ഫോൺ പോലും അതിൻ്റെ അകത്ത് കയറ്റില്ല. അങ്ങനെ ക്യാമറ എല്ലാം റെസ്ട്രിക്ട് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാണ് നടക്കുന്നത്. ഒരു വീഡിയോ പോലും നിങ്ങൾക്ക് ഇന്റർനെറ്റിലൊന്നും കാണാൻ സാധിക്കില്ല അതിൻ്റെ അകത്ത് എന്താണ് നടക്കുന്നതെന്നുള്ളത്. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒഡീഷയിലുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു നോക്കിയാൽ മതി. ഇതിനെ പറ്റി അവർ വലിയ കാര്യത്തിൽ പറയും. കാരണം നമ്മുടെ ഇവിടെ നടക്കുന്നത് തൃശ്ശൂർ പൂരം പോലെയാണ് അവർക്ക് അവിടെ ആ ഒരു സെലിബ്രേഷൻ നടക്കുന്നത്. അതുകൊണ്ട് വലിയ രീതിയിൽ തന്നെ കാര്യങ്ങൾ പറയാൻ സാധ്യതയുണ്ട്. എന്തായാലും അവരാണെങ്കിൽ ഈ ശ്രീകൃഷ്ണന്റെ സ്റ്റാച്യു, അതായത് ശ്രീകൃഷ്ണന്റെ വിഗ്രഹത്തിന്റെ അകത്ത് നിന്ന് എന്തോ ഒരു സാധനം എടുത്ത് പുറത്ത് ഇത് അതിനകത്തുനിന്ന് എടുത്തിട്ട് മറ്റു വിഗ്രഹത്തിൽ വയ്ക്കുന്നുണ്ട്. അതിന് എന്താണ് ഹാർട്ട് തന്നെയാണെന്നുള്ള കാര്യം നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇൻഫാക്ട് ഈ ഒരു ഹാർട്ടിന് അവർ പറയുന്ന ഒരു പേരുണ്ട്. അതായത് ഹാർട്ടിന് ഒരു പേര് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പേരെന്ന് പറയുന്നത് ബ്രഹ്മപദാർത്ഥ. ശ്രീകൃഷ്ണന്റെ ഹൃദയം എന്നവർ പറയുന്നത് ബ്രഹ്മപദാർത്ഥ. ഇതിനെ ഒഡിയയിൽ പറയുന്നത് ക്രിയേഷൻ ഓഫ് ബ്രഹ്മ. അതായത് ക്രിയേഷൻ ഓഫ് ബ്രഹ്മ എന്നാണ് ഈ ഒരു ബ്രഹ്മപദാർത്ഥം എന്ന വാക്കിന്റെ മീനിങ് ആയിട്ട് ഒഡിയയിൽ പറയുന്നത്. ഈ 12 വർഷത്തിലൊരിക്കൽ മാറ്റും, അതായത് ഹൃദയം മാറ്റി വയ്ക്കുന്നൊക്കെ പറഞ്ഞുള്ള ഇതുപോലത്തെ കാര്യങ്ങൾ മുതൽ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് പൂരി ജഗന്നാഥ ക്ഷേത്രം. ഇനി ഈ ഒരു ഇന്നർ ചേമ്പറും ഔട്ടർ ചേമ്പറും നമ്മൾ പറഞ്ഞു, അതായത് ബിറ്റാർ ബന്ദ്രയും ബാരാ ബന്ദ്രയും, ഈ രണ്ടും കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു വലിയ റൂമുണ്ട്. ആ റൂമിന് പറയുന്ന പേരാണ് രത്നബന്ദ്ര. അതായത് രത്നബന്ധരിക്കകത്താണ് ബാരാബന്ദ്രയും ബിറ്റാർ ബന്ദ്രയും ഉള്ളത്. അപ്പൊ എന്തായാലും ഇതാണ് സംഭവം. ഇതിനകത്തുള്ള കാര്യങ്ങൾ, അതായത് ഈ ബിറ്റാർ ബന്ദ്രയിൽ അകത്തുള്ള നിധിയുടെ കണക്കൊന്നും ഇതിൽ എടുക്കുമ്പോൾ നമുക്ക് നോക്കാം. സോ ഗായ്സ്, അപ്പോൾ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ്, അതായത് നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ. നമ്മൾ പറയുന്നത് എല്ലാം ഗ്ലോബലി നടക്കുന്ന കാര്യങ്ങളാണ്, അല്ലാതെ നമ്മുടെ കേരളത്തിനകത്ത് നടക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ല. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് ഒരുപാട് ചാനലുണ്ട്. പക്ഷെ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാ ദിവസവും നിങ്ങളെ അറിയിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. സോ ഗായ്സ്, ഓക്കെ, ബൈ.